എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ വിദ്വേഷ പ്രചരണം തുടരുമ്പോൾ സിനിമയ്ക്ക് പിന്തുണയുമായി ജോൺ ബ്രിട്ടാസ് എംപി സമഗ്രാധികാരം കൈവശമുള്ള ഒരു പ്രത്യയ ശാസ്ത്രവും ഭരണ സംവിധാനവും ഒരു സിനിമയ്ക്കെതിരെ സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അതിന്റെ മാനം വലുതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2000-ഓളം മുസ്ലിമുകൾ ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അവരെല്ലാം ഫ്ലൂ വന്നാണ് മരിച്ചതെന്ന് ആർക്കും പറയാനാവില്ല. ഇന്ത്യൻ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണ് അതെന്നും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. കുറേ കാലത്തിനു ശേഷമാണ് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത്. അത് എമ്പുരാനാണ്. സിനിമയുടെ സവിശേഷതയേക്കാൾ എനിക്ക് പ്രചോദനമായത് സമകാലിക രാഷ്ട്രീയ സാഹചര്യവും സിനിമയ്ക്കെതിരെ ഉയർന്ന അതിശക്തമായ സമ്മർദ്ദങ്ങളുമായിരുന്നു. ഏതൊരു സിനിമയ്ക്കെതിരെയും വിമർശനങ്ങളും എതിർപ്പുകളും ഉയരാം. എന്നാൽ സമഗ്രാധികാരം കൈവശമുള്ള ഒരു പ്രത്യയ ശാസ്ത്രവും ഭരണ സംവിധാനവും ഒരു സിനിമയ്ക്കെതിരെ സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അതിന്റെ മാനം വലുതാണ്. എമ്പുരാനിൽ തനിക്ക് യോജിപ്പും വിയോജിപ്പുമുള്ള ഒട്ടേറെ ചേരുവകളുണ്ട്. സിനിമയെ മാസ് ലെവലിലേക്ക് മാറ്റുവാൻ പ്രയോഗിച്ച ഹോളിവുഡ് വിദ്യകൾ എനിക്കത്ര ഹൃദ്യമായോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. സിനിമയുടെ ചേരുവകളിലെ രാഷ്ട്രീയത്തോട് പലർക്കും യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. അതൊക്കെ ഓരോരുത്തരുടെയും ആസ്വാദന വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലമാണ് സിനിമയ്ക്ക് ഇഴകോർക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണത്. 2000-ഓളം മുസ്ലിമുകൾ ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അവരെല്ലാം ഫ്ലൂ വന്നാണ് മരിച്ചതെന്ന് ആർക്കും പറയാനാവില്ല എന്നും എംപി പറഞ്ഞു. ചരിത്ര ആഖ്യാനങ്ങളെ മുൻനിർത്തി എത്രയോ സിനിമകൾ ഇതിനു മുൻപും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച ഗോന്ദ്ര സംഭവത്തെ മുൻനിർത്തിയാണ് ദ സബർമതി റിപ്പോർട്ട് എന്ന സിനിമ. BJPയുടെ പ്രചരണ സിനിമാ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഒന്നാണിത്. കേരളത്തെ അപമാനിക്കാൻ കൊണ്ടുവന്ന കേരള സ്റ്റോറി പോലെ സബർമതിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാചാലനായി എന്നത് ശ്രദ്ധേയമാണ്. ദ കാശ്മീർ ഫയൽസ്, ചാവ തുടങ്ങിയ ഈ ഗണത്തിൽപ്പെടുന്ന ഒട്ടേറെ സിനിമകൾ നമുക്ക് തന്നെ ഓർത്തെടുക്കാവുന്നതാണ്. 3000-ഓളം സിഖുകാർ കൊല്ലപ്പെട്ട ഡൽഹി കലാപത്തെ മുൻനിർത്തി 1/2 ഡസൻ സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ അവസാനം ഇറങ്ങിയതാണ് ജോഗി എന്ന ചിത്രം. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളെ നിശിതമായി വിമർശിക്കുന്ന, എന്തിനേറെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമകൾക്ക് ഇവിടെ ക്ഷാമമൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എമ്പുരാൻ കത്തിവെക്കലിന് ഇരയാകുന്നത്? ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന മൗലിക അവകാശത്തിന് മേലാണ് ഇത്തരം ചോദ്യചിഹ്നം ഉയരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് എന്നെ ഏറെ അലോസരപ്പെടുത്തുന്നതാണ്. സ്വന്തം സിനിമ എങ്ങനെ നിർമ്മിക്കണം, എന്തൊക്കെ സെൻസറിങ്ങിന് വിധേയമാക്കണം, എങ്ങനെ പ്രദർശിപ്പിക്കണം, പ്രദർശിപ്പിച്ച ശേഷം വീണ്ടും സെൻസർ ചെയ്യണോ എന്നുള്ളതൊക്കെ ആ സിനിമയുടെ ശില്പികളുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ അതിലേക്ക് വഴിവെച്ച സമ്മർദ്ദങ്ങളുടെയും ഭീഷണികളുടെയും കനത്ത ഇരുൾവീതിയാണ് ഒരു പൗരൻ എന്ന നിലയിൽ തന്നെ ശ്വാസം മുട്ടിക്കുന്നത് എന്നുമാണ് ജോൺ ബ്രിട്ടാസിന്റെ അഭിപ്രായം.